ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചെറുപയർ ദോശയാണ്. ഈ ഒരു ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മാവരച്ചതിന് ശേഷം പുളിക്കേണ്ട ആവശ്യമില്ല. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് ചെറുപയറാണ്. ചെറുപയർ ഇതുപോലെ വെള്ളമൊഴിച്ച് തലേ ദിവസം തന്നെ രാത്രി കുതിർത്തി വെക്കുക. ഇല്ലെങ്കിൽ ഒരു മിനിമം 5 മണിക്കൂറെങ്കിലും കുതിർത്തണം. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ചെറുപയർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഇത് മുളപ്പിച്ച പയറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ മിക്സിയിൽ ചെറുപയർ ചേർത്തതിന് ശേഷം അതിലേക്ക് 5 or 6 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വേണ്ടത് 3 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയുമാണ്. അതുപോലെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ആദ്യം വെള്ളം ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങ് ചേർക്കാൻ പാടില്ല, പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ദോശമാവ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും പിന്നീട് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ദോശയ്ക്കൊരു പ്രത്യേക കളറാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് ദോശമാവാണ്. അപ്പോൾ നന്നായിട്ട് പുളിച്ചിട്ടുള്ള ദോശമാവാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇത് ചേർക്കണം എന്നില്ല. ദോശമാവ് ചേർക്കുന്നില്ലെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ദോശമാവ് ചേർത്തുകൊണ്ട് തന്നെ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ദോശമാവ് റെഡിയായി. നമുക്കിനിത് ദോശക്കല്ലിലിട്ട് ചുട്ടെടുക്കാം. ദോശക്കല്ല് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരല്പം എണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഹീറ്റാണ് നമുക്ക് വേണ്ടത്. ഇനി സാധാരണ ദോശ തയ്യാറാക്കുന്നത് പോലെ ഇതിലേക്ക് 1 തവി മാവൊഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് വളരെ തിന്നായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുപയർ ദോശ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തവ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത്. ഇത് ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചെറുപയർ ദോശ നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യോ ഒരല്പം എണ്ണയോ തൂത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലെണ്ണ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം അല്പം കഴിഞ്ഞ് ഈ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരല്പം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ദോശക്കല്ലിൽ നിന്ന് നമ്മൾ ദോശ എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ മുകൾ ഭാഗത്ത് എണ്ണ തേച്ച് കൊടുത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. അതായത് ഒരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റാം. വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണിത്. ഇനി ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടി ചുട്ടെടുക്കുക. അപ്പോൾ രണ്ടാമത് നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം ചുട്ടെടുക്കാനായിട്ട്. നല്ല ചൂടോട് കൂടിയിട്ടുള്ള തവയിൽ പെട്ടെന്ന് മാവൊഴിച്ച് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് വരില്ല. അപ്പോൾ ചൂട് അല്പം മാറിയതിന് ശേഷം അല്ലെങ്കിൽ ഒരല്പം വെള്ളം തളിച്ചതിന് ശേഷം വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. രണ്ടാമത്തെ ദോശയും നമ്മളിതുപോലെ ചുട്ടെടുത്ത് മുകൾ ഭാഗം നന്നായിട്ട് വെന്തതിന് ശേഷം അല്പം എണ്ണ തേച്ച് കൊടുക്കുക. എണ്ണയ്ക്ക് പകരം നെയ്യായാലും മതി. നെയ്യ് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നമ്മളിതിലേക്ക് ദോശമാവ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതൊരല്പം സോഫ്റ്റ് ആയിരിക്കും. ചെറുപയർ കുതിർത്തുന്ന സമയത്ത് അതിലേക്ക് 1/2 കപ്പ് പച്ചരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വളരെ സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ചെറുപയർ ദോശ റെഡിയായി കഴിഞ്ഞു. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറുപയർ ദോശ ഉണ്ടാക്കി കഴിക്കാം. ഈ ഒരു ദോശ തേങ്ങാ ചട്നിയുടെയോ അല്ലെങ്കിൽ തക്കാളി ചട്നിയുടെയോ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തക്കാളി ചട്നിയുടെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറുപയർ ദോശ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.